ഹലോ, നമസ്കാരം. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ സ്കാമിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സൈബർ തട്ടിപ്പിനെ കുറിച്ചുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. സൈബർ തട്ടിപ്പിന് ആരാണ് ഇരയാകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവർ സൈബർ തട്ടിപ്പ് നടത്തുന്നത്, ഏതെല്ലാം തരത്തിലാണ് ഈ സൈബർ തട്ടിപ്പ് നടത്തുന്നത്, നമ്മളുടെ അറിവില്ലായ്മയാണ് അവരുടെ ആയുധം. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിവ് സംഭരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. ഇന്ന് ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എൻ്റെ കസ്റ്റമറുടെ അടുത്ത് ഒരു മെസ്സേജ് വന്നു. വളരെ നിരുപദ്രവം എന്ന് തോന്നുന്ന മെസ്സേജ്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മെസ്സേജ്. ഈ മെസ്സേജിൽ ഞാൻ ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പുതിയ ഓർഡറിന് വേണ്ടി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതാ ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ ചെലാൻ പോലെ ഒരു ഫയൽ അയച്ചു തന്നു. ആ ഫയലിൽ .apk എന്നാണ് ആ ഫയലിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ .apk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് നമ്മൾ സിസ്റ്റത്തിൽ .exe ഫയൽ ഉണ്ടല്ലോ, അതേപോലെ തന്നെ .apk എന്ന് പറയുന്നത് ആൻഡ്രോയിഡിലെ ഒരു ഇൻസ്റ്റാളേഷൻ പാക്കേജാണ്. നിങ്ങൾ ഒരിക്കലും ഏതൊരവസ്ഥയിലും ഗൂഗിൾ പ്ലേയിലല്ലാണ്ട് പുറത്തുനിന്നുള്ള സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഞാൻ ഈ കസ്റ്റമറെ വിളിച്ചപ്പോൾ എന്താണ് നമുക്ക് മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമർക്ക് യാതൊരു നോളജും ഇല്ല ഇങ്ങനൊരു മെസ്സേജ് പോകുന്നുണ്ട്. മോറോവർ കസ്റ്റമർ ആളുകൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നെ അസാമിലാണ് കസ്റ്റമർ, അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് നിങ്ങളുടെ അടുത്ത് ആ മെസ്സേജ് വരുന്നു, ഈ മെസ്സേജ് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മൊബൈൽ ഹാക്കായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഫോർമാറ്റ് ചെയ്യുക. ഡാറ്റയൊക്കെ നിങ്ങളുടെ ഓൾറെഡി മറ്റേ ഗൂഗിൾ ഇമേജൊക്കെ നിങ്ങളുടെ ഗൂഗിളിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതേപോലെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരാൾ നിങ്ങൾ വിളിച്ച് പറയണം, ഒരു അൺനോൺ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഫയലോ, തുറക്കാൻ പറ്റാത്തൊരു ഫയലോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങളും തീർച്ചയായും ഫോർമാറ്റ് ചെയ്യണം. എപ്പോഴും ഹാക്കർമാർ ടാർഗറ്റ് ചെയ്യുന്നത് പഴയ മൊബൈലുകളെയും അല്ലെങ്കിൽ പഴയ ഡിവൈസുകളെയാണ് ഹാക്കർമാർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിന് അവർ ഓവർപാസ് ചെയ്തതിന് ശേഷമായിരിക്കും പുതിയ കമ്പനി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ റണ്ണായിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുണ്ടായി. ഇനി അടുത്തുള്ള വീഡിയോയിൽ ഏതെല്ലാം തരത്തിലുള്ള സൈബർ തട്ടിപ്പ് നമ്മുടെ മാർക്കറ്റിങ്ങിലുണ്ട് എന്ന് ഞാൻ വ്യക്തമായി പറയുന്നതായിരിക്കും. നിങ്ങൾ ആ വീഡിയോ കാണണം. സ്കാം മാനേജ്മെൻറ്റ് പഠിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അറിവില്ലായ്മ അവർ ചൂഷണം ചെയ്യും. ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.